എല്ലാവർക്കും നമസ്കാരം. നേരം ഓൺലൈൻ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നതും പരിചയപ്പെടുന്നതും കേരളത്തിൽ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന വൈശാഖ മഹോത്സവം എന്ന പേരിൽ ഉത്സവങ്ങൾ കൊണ്ടാടുന്ന കൊട്ടിയൂർ അമ്പലത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചാണ്. കൊട്ടിയൂരുള്ള വൈശാഖ മഹോത്സവത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വിവരിച്ചു തരാമോ? ഇവിടുത്തെ ഈ ഉത്സവം തുടങ്ങുന്നത് വൈശാഖ മഹോത്സവം എന്ന് പറഞ്ഞാൽ വിശാഖ നാളിലാണ് ഇത് തുടങ്ങുന്നത്. ഉത്സവം ആരംഭിക്കുന്നത് വിശാഖം നാളിലാണ്. അന്നാണ് പിന്നെ ഭണ്ണാരെഴുന്നള്ളത്. വിശാഖം നാൾ അന്നാണ് ഈ ഉത്സവത്തിന്റെ ആരംഭം. അങ്ങനെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാല് ആയില്യാർക്കാവിന്റെയും കൊട്ടേരിക്കാവിന്റെയും മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ഒരു യാഗസ്ഥലമാണ്. ഈ ദക്ഷൻ നടത്തിയ ഒരു യാഗം. ദക്ഷൻ നിരവധി യാഗം നടത്തിയിട്ടുണ്ട്. ആ യാഗങ്ങളെല്ലാം അശ്വമേധ യാഗമാണ്. എന്നാൽ ഇവിടെ നടത്തിയ യാഗം അതല്ല. ഇവിടെ നടത്തിയ ത്രിമൂർത്തികളെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ യാഗമാണ്. സാധാരണ യാഗങ്ങളെല്ലാം ഈ രാജസൂയം എന്ന് പറഞ്ഞ ചടങ്ങോടുകൂടിയാണ് ആരംഭിക്കുക. അശ്വമേധ യാഗങ്ങളെല്ലാം. ഇതങ്ങനെയല്ല. ഇത് നടത്തിയത് ഈ ദക്ഷനാണ് ഇതിന്റെ ആളെങ്കിലും ഇത് പിന്നെ ഭൃഗുമുനി എന്ന് പറഞ്ഞൊരു ഭൃഗുമുനിയാണ് നടത്തിയത് ഈ യാഗം. ഭൃഗുമുനി ഭൃഗവത് സിദ്ധാന്തം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭൃഗു വളരെ പേര് കേട്ട അദ്ദേഹമാണ് ഈ യാഗം നടത്തിയത്. പക്ഷെ യാഗത്തിന്റെ ആള് ദക്ഷനാണ് യാഗം നടത്തുന്നത്. ദക്ഷൻ എന്ന് പറഞ്ഞ ആള് ബ്രഹ്മാവിന്റെ മകനാണ്. ബ്രഹ്മസഭയുടെ അധ്യക്ഷനാണ്. നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ആളാണ്. ചക്രവർത്തിമാർ രാജാവ് കപ്പം കെട്ടുന്ന ആളാണ് ചക്രവർത്തി കപ്പം കെട്ടുന്ന ആള് ദക്ഷൻ. ദക്ഷൻ യാഗം നടത്തുന്നത് ത്രിമൂർത്തികളെ പ്രസാദിപ്പിക്കാനാണ്. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ദക്ഷൻ പരമശിവനെ ഒഴിവാക്കിയാണ് ഈ യാഗം നടത്തിയത്. അതുകൊണ്ട് തന്നെ യാഗത്തിന് പൂർണ്ണതയില്ലായിരുന്നു. അതിലെ കൂടിയാണ് ഈ യാഗം കാണാൻ ദക്ഷന്റെ പുത്രിയും ശിവന്റെ പത്നിയുമായ സതി ഈ യാഗസ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഈ ദക്ഷൻ ഇവരെ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ ബത്സിച്ച് സംസാരിച്ചു. യോഗാഗ്നി, നമ്മൾ ഋഷിവര്യന്മാർക്കൊക്കെ ഉണ്ടാവുന്ന പോലെ ശരീരത്തിൽ നിന്ന് നമ്മളെ ശരീരത്തിൽ തന്നെ തീയുണ്ട്. ആ അഗ്നിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു അഗ്നിയിലല്ല, യോഗാഗ്നിയിൽ ദഹിച്ചു കളയായിരുന്നു സതി. അതിനെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവമാണ് ഈ യാഗസ്ഥലത്ത്. ആ യാഗസ്ഥലത്ത് നിന്ന് യാഗത്തിന്റെ പരിസമാവധി തൊഴാൻ വേണ്ടി ഭക്തജനങ്ങൾ ഈർന്നണിഞ്ഞിട്ട് വരുവാണ്. മുങ്ങി ഈർനോടുകൂടി വരികയാണ് ആ യാഗസ്ഥലത്ത് തൊഴാൻ. അപ്പോ അവിടെ ശിവനില്ല. ഉടനെ ആ ഹരിഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ടാണ് ആൾക്കാർ വരേണ്ടത്. ഹരിഗോവിന്ദ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. ശിവനില്ലല്ലോ. ഹരിഗോവിന്ദ എന്ന് വിളിച്ചു വരേണ്ടത് സാധാരണ വിഷ്ണു ക്ഷേത്രത്തിലാണ്. അവിടെ ആണ് ഹരിഗോവിന്ദ എന്ന് വിളിച്ചിട്ട് വരുന്ന ശിവനില്ലാത്തതാണ്. പിന്നീടാണ് ശിവൻ അവിടെ സൃഷ്ടിയാക്കുന്നത്. ശിവന്റെ ആ കോപങ്ങളെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു ശിവനെ കെട്ടിപ്പിടിച്ച് ആ ശിവന്റെ കോപത്തെ ശമിപ്പിക്കുക. അതാണ് രോഹിണി ആരാധന എന്ന് പറഞ്ഞത്. അന്നത്തെ ദിവസമാണ് അത് കാണിക്കുന്നതാണ് അതിന്റെ. ആ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അഷ്ടഗ്രഹത്തിൽ ആഢ്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ബ്രാഹ്മണനാണ്. ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തില് ദോഷദുരിതങ്ങൾ അവസാനിപ്പിക്കുന്നതിന് നല്ലതാണ് ഇവിടുത്തെ ദർശനം ആ സമയത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. ഇവർ ദോഷവിവരങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ശിവന്റെ കോപം അവസാനിപ്പിച്ചതോടുകൂടി എല്ലാവിധ ദോഷങ്ങളും അവസാനിച്ചു എന്നാണ്. അത് ഈ കൊട്ടിയൂർ എന്നല്ല ഇതിന്റെ പേര്. ഈ സ്ഥലത്തിന്റെ പേര് തൃച്ചെറുമഞ്ഞ് എന്നാണ്. കൊട്ടിയൂർന്ന് പിന്നെ ആൾക്കാർ ഇട്ടതാണ് തൃച്ചെറുമഞ്ഞ്. മഞ്ഞ് എന്ന് പറഞ്ഞ ഭൂമി. തൃച്ചെറുമഞ്ഞ അതാണ് ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര്. ദക്ഷൻ യാഗം നടത്തുന്ന സമയത്ത് ഈ സ്ഥലത്തിന്റെ പേര് തൃച്ചെറുമഞ്ഞ്. ആ തൃച്ചെറുമഞ്ഞിൽ വെച്ചിട്ട്, അതായത് ദക്ഷയാഗം നടത്തിയ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ 3 ഭാഗവും ശുദ്ധജലത്താൽ ചുറ്റപ്പെട്ടത്. 3 ഭാഗവും. പിന്നെയോ
100 വർഷത്തിനുള്ളിൽ മനുഷ്യ ശരീരങ്ങൾ സംസ്കരിച്ചിട്ടില്ലാത്ത സ്ഥലം. പിന്നെയോ ജൈവസമ്പത്താൽ സമ്പൂർണമായത്. അങ്ങനത്തെ സ്ഥലത്താണ് ഈ യാഗം നടത്തുന്നത്. മനസ്സിലായോ? വെറും സ്ഥലമല്ല, അതിന് ചില പ്രത്യേകതകളുണ്ട്. എങ്ങനെയാണ് ജൈവസമ്പത്താൽ സമ്പൂർണമായെന്ന് കണ്ടുപിടിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. പണി കല്ലുകൾ കുറ്റികളൊക്കെ മറിച്ചിട്ട് നോക്കുക. അപ്പൊ അതിൻ്റെ ഇടയിൽ ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാവും. തേള്, മഴുതാര, ഒരു തുള്ളി കടിക്കുന്ന തരം പാമ്പുടി ചെറുത്, അതൊക്കെയുള്ള സ്ഥലത്താണ് ജൈവസമ്പത്താൽ സമ്പൂർണമായതെന്ന് പറഞ്ഞു. അല്ലാതെ ഇന്നത്തെ പോലെ മണ്ണ് വരിച്ചു വെച്ചിട്ടല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ യാഗം നടക്കുന്നത്. 100 വർഷത്തിനും മനുഷ്യ ശരീരം സംസ്കരിച്ചിട്ടുണ്ടാവാൻ പാടില്ല. ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ശുദ്ധജലങ്ങളാൽ 3 ഭാഗവും ശുദ്ധജലങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. നമ്മൾ സ്ഥലം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല. 3 ഭാഗവും ശുദ്ധജലങ്ങളാൽ ചുറ്റപ്പെട്ടതും അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. അങ്ങനത്തെ സ്ഥലത്താണ് ഈ നടത്തുന്നത്. പിന്നെ നമ്മുടെ ഈ ആദിപരാശക്തിയും ത്രിമൂർത്തികളും കൊട്ടിയൂരിൽ ഒരുമിച്ച് കുടികൊള്ളുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു ഐതിഹ്യമോ കാര്യങ്ങളോ എങ്ങനെയാണ്? എല്ലാ ദേവന്മാരുടെ സാന്നിധ്യം കൂടി കിട്ടുന്നത് ഈ ക്ഷേത്രത്തിൽ. യാഗത്തിന് ഒന്നല്ലേ, എല്ലാ ദേവന്മാരും യാഗത്തിന് ഒന്നാണ്. അപ്പോ ത്രിമൂർത്തികളിൽ ശിവനൊഴിച്ച് മറ്റുള്ളവരിലുണ്ടല്ലോ. അപ്പോൾ അവസാനം യാഗം തുടങ്ങിയപ്പോൾ എല്ലാ ത്രിമൂർത്തികളും എല്ലാം ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടു, മറ്റുള്ളവരെല്ലാം ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുകയും അത് പിന്നെ ശിവനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി, എല്ലാ പരിഹാരങ്ങളും ശിവനെ തൊഴുതുന്നതിനോടുകൂടി എല്ലാം അവസാനിക്കുന്നു. ഇവിടെ എല്ലാം ഭസ്മാവും, എല്ലാ സങ്കടങ്ങളും ഭസ്മാവും. കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓടി വരുന്നത് ശബരിമലയാണ്. അതുപോലെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന സ്ഥലം എന്ന രീതിയിലാണ് കൊട്ടിയൂരിന് ഇപ്പോൾ കൂടുതൽ പ്രസക്തി വന്നത്. നമുക്കറിയാം, ഈ അടുത്തിടെയായിട്ട് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ വരികയും ഇവിടുത്തെ ഈ വൈശാഖ മഹോത്സവത്തിൽ പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലേക്ക് ഈ ഒരു ക്ഷേത്രം ഉയർത്തപ്പെട്ടത് എങ്ങനെയായിരുന്നു? ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാല് മറ്റൊരു ക്ഷേത്രത്തിനും ഇല്ലാത്ത പ്രത്യേകതകളാണ്. ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ആരും തൊടുന്നില്ല. ഈ ക്ഷേത്രത്തിന്റെ പുറകിൽ നിന്നാണ് തൊടുന്നത്. ഉഗ്രമൂർത്തി ആയതുകൊണ്ട് ഈ ശിവനെ പുറകിൽ നിന്നാണ് തൊടുന്നത്. മുന്നിൽ നിന്ന് തൊടണമെങ്കിൽ സ്വർണപാത്രത്തിൽ നെയ്യ് നിറച്ചു വെച്ചിട്ട് വേണം തൊഴാൻ. നമസ്കാരമാണ്, തൊഴയല്ല, ദീർഘതര നമസ്കാരം. അതാണ്. അതല്ലാതെ എല്ലാവരും തൊഴുത് പ്രസാദം മേടിക്കുന്ന ശിവന്റെ പുറകുവശത്താണ്. ഉഗ്രമൂർത്തിയാണ്. ശിവൻ ഏറ്റവും കോപിഷ്ഠരായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ശിവന്റെ പുറകിൽ നിന്നാണ് പ്രസാദം മേടിക്കുന്നത്. അത് പടിഞ്ഞാറേ നടയുന്നത്. കിഴക്കേ കിഴക്ക് ഭാഗത്തോട്ടാണ് ശിവൻ തിരിഞ്ഞിരിക്കുന്നത്. അക്കരെ ക്ഷേത്രം, ഇക്കരെ ക്ഷേത്രം, അങ്ങനെയാണല്ലോ പറയാം. അക്കരെ മണിത്തറ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത? അക്കര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ കൊട്ടേരിക്കാവിന്റെയും ആയില്യാർക്കാവിന്റെയും മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇക്കര ക്ഷേത്രം ആയില്യാർക്കാവിന്റെ ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആയില്യാർക്കാവിൽ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പിൽ ആദ്യത്തെ പൂജ നടക്കുന്നത് ആയില്യാർക്കാവിലാണ്. 2 പൂജയുണ്ട്. ഒന്ന് പ്രക്കോഴത്തിനും ഒന്ന് നീരണനിലത്തിനും. 2 പൂജകൾ നടക്കുന്ന ആയില്യാർക്കാവിലാണ്. ഇക്കര കൊട്ടൂർ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് വെച്ചിട്ടാണ് പൂജ. അവിടെ ആയിരുന്നു ഈ യാഗത്തിന് വേണ്ടിയിട്ട് മുടക്കുന്നതിന് വേണ്ടുന്ന വീരഭദ്രന്റെ സൈന്യം ക്യാമ്പടിച്ചിരുന്നത്. ഈ സ്ഥലത്താണ്. 1000 ആയില്യാർക്കാവല്ല, 1000 വില്ലാർ കാവ് എന്നാണ് പറയുന്നത്. 1000 വില്ലോടുകൂടി ആയിൽക്കാർ ഇവിടെ ക്യാമ്പടിച്ചിരുന്നു. ആ ക്ഷേത്രത്തിലാണ് അപ്പുറത്ത് നടക്കുന്ന ബലി വിഗ്രഹങ്ങൾ ഇവിടെയാണ് പൂജിക്കുന്നത്. അക്കരെ ഉത്സവം കഴിയുമ്പോൾ, അതായത് സ്വയംഭു മാത്രം അവിടെ ബലി വിഗ്രഹങ്ങൾ ഇവിടെയാണ് പൂജിക്കുന്നത്. അതിൽ തന്നെ ഈ സ്ത്രീകളുടെ പ്രവേശനവുമായി ഒരു സമയക്രമങ്ങൾ ഒക്കെ. സമയക്രമം സ്ത്രീകൾക്ക് ഉണ്ടാവാൻ കാരണം മകം നാൾ മുതലാണ് തുടങ്ങുന്നത്. മകം എന്ന് പറഞ്ഞാൽ അമ്മേന്റെ നക്ഷത്രമാണ്, അറിയാലോ. അന്ന് കലംവരവും, അന്ന് എല്ലാ അലങ്കാരങ്ങളും നീക്കും. ഉമ്മ ദീപത്യാഗം ചെയ്തതല്ലേ, എല്ലാ അലങ്കാരങ്ങളും നീക്കും, എല്ലാ ദീപസ്തംഭങ്ങളും നീക്കും. ദീപാലങ്കാരങ്ങളൊന്നുമില്ല, എല്ലാ ലൈറ്റും, എല്ലാം പിന്നെ ക്യാമറകളും എല്ലാ സാധനങ്ങളും നീക്കും. പിന്നെ സ്ത്രീകൾ ആനേനെ പുറകോട്ട് കടത്തും. ഇന്ന് വൈകുന്നേരം രാത്രിയോടുകൂടി കലം കൊണ്ടുവരും. പിന്നെ കലപൂജയാണ്, കലശപൂജയാണ്, കലശാട്ടാണ്. 3 ദിവസം. കലപൂജ, കലശപൂജ, കലശമാട്ട്, കളപാട്ടം എന്ന് പറയും, കലശാട്ടം. ഇതാണ് 3 നടക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ശയന പ്രദക്ഷിണം അവിടുത്തെ ഒരു വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ആചാരക്രമമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? അത് പല ക്ഷേത്രത്തിലുണ്ടല്ലോ ശയന പ്രദക്ഷിണം. ഇവിടെ വെള്ളത്തിലെ കൂടിയാ. ഈ ശ്രീരഭദ്രൻ ആയിരക്കണക്കിന് ആളെ തല വെട്ടി കളഞ്ഞപ്പോൾ ഈ ദക്ഷന്റെ തലയും വെട്ടി.
അപ്പോൾ രക്തപ്പൊഴയൊഴുകി ദക്ഷന്റെ തലയില്ലാത്ത ശരീരം ഇതിൽ കൂടി ഇങ്ങനെ ചുറ്റിന്ന ഈ യാഗത്തിന്റെ രക്തത്തിലെ കൂടി ഇങ്ങനെ ചുറ്റിന്നാണ്. മനസ്സിലായോ? അപ്പോ ഭഗവാന് തൃപ്തി വരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇതാണ് ശയനപ്രതിഷ്ഠ. ദക്ഷനോടുള്ള കോപത്തിൽ ദക്ഷന്റെ തലയറ്റ ശരീരം ഇങ്ങനെ ചുറ്റുമുണ്ടാവുന്ന ഒരു സന്തോഷം. ഇത് ശരിക്കും വൈശാഖ മഹോത്സവം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നൊന്ന് വ്യക്തമാക്കാം. തുടങ്ങുന്നത് പിന്നെ നീരെഴുന്നള്ളത്തായ ദിവസമാണ് അക്കരെ കടക്കുക. അന്ന് ഈ സ്വയംഭൂല് ജലം വെച്ച് ലേശം അഷ്ടബന്ധം, ആ സ്വയംഭൂ മൂടിയിരിക്കുന്ന അഷ്ടബന്ധം എല്ലാവർക്കും കുറേശ്ശെ നുള്ളി കൊടുക്കും. പിന്നെ നീക്കൊന്നുമില്ല. നെയ്യാട്ടായ ദിവസം അത് നീക്കി അഷ്ടബന്ധം നീക്കും. ഇതാണ് നെയ്യഭിഷേകം. എന്നേരും ഉത്സവം തുടങ്ങുന്നില്ല. നെയ്യഭിഷേകം തുടങ്ങിയാലും ഉത്സവം തുടങ്ങുന്നില്ല. നെയ്യഭിഷേകം തുടങ്ങി പിറ്റേ ദിവസം ഭഗവാന്റെ തിരുവാഭരണം മണത്തറയിൽ നിന്ന് കരിമ്പനക്ക ഗോപുരത്തു നിന്നും ആനയുടെ അകമ്പടിയോടുകൂടി ഇവിടെ എത്തുക. രാത്രി വളരെ 3 മണിയാവും അക്കരെ കടക്കുമ്പോൾ. 3 മണിക്ക് അക്കരെ കടന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു അടിയന്തര യോഗമുണ്ട്. അടിയന്തര യോഗത്തിൽ ഉടനെ യുദ്ധം ഇത് ഉത്സവം തുടങ്ങാൻ കൽപ്പിക്കുക. അന്നേരം മുതൽ ഉത്സവം തുടങ്ങി. അപ്പോൾ ചെമ്പ് വലിച്ചു, പിന്നെ പെട്ടെന്ന് വിളക്ക് തെളിഞ്ഞു, എല്ലാം. അതിലും വിളക്കുണ്ടാവും, ഒരു ചെറിയ വിളക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ഉത്സവം തുടങ്ങുന്നത്. അക്കരെ കൊട്ടിയൂരും നമ്മൾ പറയുമ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഇവിടുത്തെ നട അടക്കാറില്ല. രാവിലെ 4 മണിക്ക് തുടങ്ങിയാൽ രാത്രി 8 മണി വരെ പൂജയുണ്ട് ഇവിടെ. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം. ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു വീടായിരുന്നു എന്നാണ്. ഇവിടെ മുമ്പ് ഈ വിഗ്രഹങ്ങള് ഇവിടെ പടിഞ്ഞിറ്റ എന്ന് പറഞ്ഞ നമ്പൂതിരിയുടെ ഇല്ലമായിരുന്നു. ഈ വിഗ്രഹങ്ങൾ മുമ്പ് ഇവിടെ വെച്ച് പൂജിച്ചിരുന്നുണ്ട്. ഒരു കാലത്ത് അവിടുന്ന് വിഗ്രഹം കൊണ്ടുവന്ന് ഇവിടെ പൂജിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ ഇല്ലത്തിന്റെ പ്രത്യേകതയിലാണ് ഈ നടക്കുക. അമ്പലം തന്നെ കാണുന്നില്ലേ, ചുറ്റമ്പലമില്ലേ, അങ്ങനെയുള്ള അമ്പലം. അപ്പൊ അത് വീടിന്റെ ഒരു ആകൃതിയിലാണ്, പോർട്ടിക്കോ പോലെ എടുത്തിട്ട് അങ്ങനെയാണ് അതിന്റെ. അത് പടിഞ്ഞിട്ട് എന്റെ അധികാര പരിധിപ്പെട്ടതാണ്. ഇതിന്റെ ഉള്ള പൂജാധികാരങ്ങളെല്ലാം അതാണ് ഇവിടുത്തെ പ്രത്യേകത. അവിടെ 2 തന്ത്രിമാരുണ്ട്. കാരണം ഒരു തന്ത്രിക്ക് എന്തെങ്കിലും ആശൗചങ്ങൾ വന്നാലോ വലിയ വാലായ്മകൾ വന്നാൽ അത് മുടങ്ങിപ്പോവാൻ പാടില്ലല്ലോ അവിടുത്തെ ആരാധനകളൊന്നും. അതുകൊണ്ട് 2 ആളുണ്ട്. രണ്ടാൾക്കും തുല്യ പ്രാതിനിധ്യമാണ്. അതാണ് എന്ത് കാര്യങ്ങളും 2 ആളോടും ചോദിക്കണം. പലതിനും 2 ആളാണ് അവിടെ. അവിടെ ഒന്നല്ല, പലതിനും 2 ആൾക്കാർ വെച്ചിട്ടാണ്. ഒരാൾക്കൊരു മുടക്കം സംഭവിച്ചാൽ മറ്റേ ആള്, അത് വാദ്യക്കാർ പോലും അങ്ങനെയാണ്. അവരെല്ലാം അങ്ങനെ ഈ 2 ആൾ വെച്ചിട്ടുണ്ടാവും. അത് ഒരു വാക്ക് എന്തെങ്കിലും മുടക്കം വന്നാലും അവിടുത്തെ മുടക്കം വരാൻ പാടില്ല. നമ്മുടെ ഈ ഭണ്ഡാരം വരവ്, അതിന്റെ പ്രത്യേകത എന്താ? ഭണ്ഡാരം എന്ന് പറഞ്ഞാല് ഈ ക്ഷേത്രത്തിന് ക്ഷേത്രമില്ലല്ലോ ഇവിടെ. ക്ഷേത്രമില്ലാത്ത ക്ഷേത്രമല്ലേ ഇവിടെ. ആദ്യത്തെ പരിപാടി നടക്കുന്ന ഉത്സവത്തിന്റെ ആദ്യത്തെ പരിപാടി തന്നെ ദൈവത്തിനെ കാണുക പറഞ്ഞ ചടങ്ങാണ്. അത് ഇവിടെ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള മണത്തണ വെച്ചിട്ടാണ് നടത്തുന്നത് ദൈവത്തിനെ കാണൽ. ഈ ക്ഷേത്രത്തിന്റെ പരിധി അവിടം വരെയാന്നാ ഏറ്റവും ചുരുങ്ങിയത്, മണത്തണ വരെ. അവിടെ ഉണ്ട്. ആ പരിധിക്കുള്ളിൽ തന്നെയാണ് ഈ സ്വർണ്ണാഭരണങ്ങള്, വെള്ളിയാഭരണങ്ങള് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്നത് എന്നുള്ളത് മാത്രം. ഈ ക്ഷേത്രത്തിന്റെ പരിധി അവിടം വരെയാണ്. ക്ഷേത്രത്തിന്റെ പരിധി അല്ല, ക്ഷേത്രത്തിലെ വെള്ളം വീഴുന്നുണ്ടെങ്കിൽ കെട്ടിടുണ്ടാക്കുവാണെങ്കിൽ അവിടെ പോകാൻ പാടുള്ളൂ ക്ഷേത്രത്തിന്റെ വെള്ളം എന്നാണ്. അപ്പൊ 15 കിലോമീറ്റർ അകലെ. അപ്പൊ എന്തെങ്ങനെയായിരിക്കും? അതുകൊണ്ടാണ് ക്ഷേത്രം ഉണ്ടാവാത്തത്. അതുപോലെ തന്നെ ഈ ദക്ഷനെ വധിച്ച വാള്, അങ്ങനെ ഒരു സങ്കല്പമുണ്ടല്ലോ. ദക്ഷന്റെ വാള് ഇവിടുന്ന് എറിഞ്ഞുന്ന ഇയാള്. അത് അവിടെ തിരുനെല്ലി, നെയ്യാട്ടം, ഇളനീരാട്ടം, അതെ, അങ്ങനെയൊക്കെ പ്രത്യേകതകളുള്ള. അത് ഈ ഭഗവാന്റെ ഈ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സ്വയംഭൂ കണ്ടെത്തിയ പിന്നെ ഈ സ്വയംഭൂ ആദ്യം സ്ഥാപിക്കുന്നത് പരശുരാമനാണ്. പരശുരാമന്റെ കാലങ്ങൾക്ക് ശേഷം, അനവധി വർഷങ്ങൾക്ക് ശേഷം, യുഗങ്ങൾക്ക് തന്നെ ശേഷം ശങ്കരാചാര്യരാണ് ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ചിട്ടപ്പിടിച്ചത്. പരശുരാമൻ സ്ഥാപിച്ചങ്ങ് പോയെങ്കിലും അത് വനം മൂടി കിടക്കുമായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം സ്ഥാപിച്ചു വന്നത് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യരല്ല, പരശുരാമനാണ് ഇത് സ്ഥാപിച്ചിരുന്നെങ്കിൽ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ ആവശ്യം ഉണ്ടാവുമായിരുന്നു.
അത് ശങ്കരാചാര്യരായതുകൊണ്ടാണ് എല്ലാ വിഭാഗം ആൾക്കാർക്കും ഈ ഹിന്ദുക്കളായിരിക്കുന്നവർക്കും മുസ്ലിങ്ങൾക്ക് പോലും അവകാശമുണ്ട്. മനസ്സിലായോ? അന്ന് രണ്ട് കൂട്ടർ മാത്രമൂടി ഇല്ലായിരുന്നു. ഒന്ന് ക്രിസ്ത്യാനിയും ഒന്ന് ഈഴവനും. അവർക്ക് രണ്ടാൾക്കും അവകാശമില്ല. ബാക്കി എല്ലാവർക്കും അവകാശമുണ്ട്. അതായത് വാവിലിക്കെട്ടിന്റെ ആദ്യത്തെ കല്ല് വെക്കേണ്ടത് ഒരു മുസ്ലിം കുടുംബാന്നാ. ആദ്യത്തെ കല്ല് അവർ വെക്കണം എന്നാ. അതെങ്ങനെയാണ്? അതിന്റെ എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. ഒരാളുടെ അവകാശം ചെറുതല്ല, എല്ലാവരുടെ അവകാശവും വേണ്ടത്ര വലുതാണ്. രോഹിണി ആരാധന. രോഹിണി ആരാധന ഞാൻ നേരത്തെ പറഞ്ഞത് പരമശിവനെ മഹാവിഷ്ണു കെട്ടിപ്പിടിച്ചതാണ്. ആലിംഗനം. അദ്ദേഹത്തിന്റെ ആ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. വേറെ ആർക്കും കഴിയില്ല, വിഷ്ണുവിന് മാത്രമേ കഴിയൂ. സൃഷ്ടി, സ്ഥിതി, സംഹാരം മൂന്നാണല്ലോ. സ്ഥിതിയുടെ അവസ്ഥയാണ് വിഷ്ണുവിന്. അതുകൊണ്ട് സ്ഥിതിയാണ് ഈ സംഹാരമൂർത്തിയെ കെട്ടിപ്പിടിക്കുന്നത്. അദ്ദേഹത്തെ സംഹരിക്കാൻ കഴിയില്ലല്ലോ, അയാൾ സ്ഥിതിയുടെ അവസ്ഥയല്ലേ. അങ്ങനെയാണ് ആ കോപം ശമിപ്പിക്കുന്നത്. പിന്നെ ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വിവിധ മതസ്ഥർക്ക് ഇവിടെ. അപ്പൊ എല്ലാവർക്കും അതിന്റെ പങ്ക് എന്താണെന്ന് ഇവിടെ വിശദീകരിച്ചു. എല്ലാ സമുദായത്തിൽപ്പെട്ടാണ് അത്. ഒരാൾ നെൽനീര് കൊണ്ടിരുന്നു, തീയ സമുദായം. അവര് മറ്റേ കുറിച്യൻ സമുദായത്തിന് പ്രത്യേക അധികാരമുണ്ട്, വണ്ണാൻ സമുദായത്തിന് പ്രത്യേക അധികാരമുണ്ട്, ആശാരിക്ക് പ്രത്യേക അധികാരമുണ്ട്. ഇവിടെ തണ്ണീർ കൂടി എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അത് 7 വിഭാഗക്കാരാണ് അത് ആ തണ്ണീർ കൂടിയിൽ അത് സാധനം എടുക്കുക. അവർക്ക് ഏഴ് ആൾക്കും അവകാശം. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവകാശമുണ്ട്. തീയ സമുദായത്തിന് ഇളനീര് കൊണ്ടുണ്ട്, ഇളനീർ തണ്ടാന്മാരുണ്ട്, അവർക്ക് പ്രത്യേക അവകാശങ്ങളാണ്. പിന്നെ ഈഴവന്മാർക്ക് അല്ലെ മറ്റേ നായന്മാർക്ക് അവകാശമുണ്ട്. നായന്മാരാണ് ഇവരുടെ ഭരണസത്താക്കള്, നമ്പ്യാന്മാരാണ് നെയ്യ് കൊണ്ടിരുന്നത്. ഇങ്ങനെ ഓരോ ബ്രാഹ്മൺസാണ് പൂജകള്, മറ്റേ നമ്പീശന്മാർ അവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ മറ്റുള്ള സമുദായക്കാരെല്ലാം ഉണ്ട്. പിന്നെ ഓരോരുത്തർക്കും അവകാശങ്ങളാണ്. ഒരാൾക്കും അവകാശം ഇല്ലാത്തില്ല. മനസ്സിലായില്ലേ? എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവരുടെയും അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഒരാൾക്ക് അവകാശം ഇല്ല എന്നല്ല, എല്ലാവർക്കും. ഈ കുട്ടിയോത്സവത്തിന് മാത്രം പ്രത്യേകതയാണ് ഈ നമ്മുടെ ഓടപ്പൂ. ഓടപ്പൂ എന്ന് പറഞ്ഞാൽ ബൃഹുമുനിന്റെ, ഞാൻ പറഞ്ഞല്ലോ ബൃഹുമുനിയാണ് യാഗം നടത്തിയത്. ദക്ഷണ യാഗം നടത്തിയത് ബൃഹുമുനിയായിരുന്നു. അതിന്റെ യാഗത്തിന്റെ ബൃഹുമുനിയുടെ താടിയാണ് ദക്ഷൻ. അല്ല, ഈ ബൃഹുമുനിയുടെ താടി വീരഭദ്രൻ പറിച്ചിട്ട്, ഇയാളാണല്ലോ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇയാളെ ചവിട്ടി മറിച്ചിട്ട് താടി പറിച്ചെടുത്ത് തല വെട്ടിക്കളിയെ യാഗത്തിലേക്ക് തട്ടി. അപ്പോൾ ഈ ഇതാണ് ഈ താടിയാണ്. ഇവിടെയുള്ള മറ്റു വഴിപാടുകൾ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന്? മറ്റുള്ള വഴിപാടുകൾ പലതും ഉണ്ട്. പക്ഷേ പല വഴിപാടുകളും അക്കരെ കൊട്ടിയൂരിൽ ഉള്ള പ്രത്യേക വഴിപാടുകൾ. അവിടെ പിന്നെ പായസം, അപ്പം, അങ്ങനെയുള്ള അമ്മക്കും പെരുമാക്കുള്ള പ്രത്യേക നിവേദ്യം. പിന്നെ ഇവിടെ വിളക്കുകള്, പിന്നെ ദീപങ്ങള്. ഇപ്പൊ ചില ശിവക്ഷേത്രങ്ങളിലൊക്കെ ഈ അടിമ കടത്തുക എന്ന് പറഞ്ഞ ഏർപ്പാട് അതിവിടെ ഇല്ല. ഇവിടെ ഇല്ല. പിന്നെ ഇത് സംഹാരമൂർത്തിയാണ്, ആദ്യം മനസ്സിലാക്കണം. വിവാഹങ്ങൾ നടക്കൂല ഇവിടെ, നടത്താൻ പാടില്ല. പാടില്ല എന്നല്ല, അതുകൊണ്ട് ഒരു ഐശ്വര്യം ഇല്ല. വിവാഹം ഒഴിച്ച് മറ്റൊന്നും കുഴപ്പമില്ല. എല്ലാ കേസും ഈ ദേവനെടുക്കും. നമുക്ക് ശരിക്കും ഏറ്റവും ഉത്തമമായ സമയം ക്ഷേത്ര ദർശനത്തിന് ഈ വൈശാഖ മഹോത്സവം തന്നെയാണോ? വൈശാഖ മഹോത്സവത്തിലാണല്ലോ ഈ യാഗസ്ഥലം, യാഗസമയം. ആ വൈശാഖ മഹോത്സവത്തിന് ഏത് സമയം വന്ന് തൊഴാം, അതിന്റെ പ്രശ്നമില്ല. പെരുമാള് ഉണർന്നിരിക്കുന്ന സമയമാണ്. ആ സമയം നമ്മൾ ഏത് സമയം നമുക്ക് തൊഴാം, അതിന് പ്രശ്നമില്ല. ഈ 28 ദിവസം, 28 ദിവസത്തിൽ ഈ സ്ത്രീകൾക്ക് കയറാൻ പറ്റാത്ത 3-4 ദിവസം മകം മുതൽ കയറാൻ പറ്റില്ല. ബാക്കി എല്ലാ സമയങ്ങളും പ്രവേശനം പുരുഷന്മാർക്കുണ്ട്. സ്ത്രീകൾക്ക് മാത്രം മകം പ്രവേശിക്കാം. അത് രാത്രി നടക്കുന്ന പൂജകളെല്ലാം ഗൂഢപൂജ, രാത്രി നടക്കുന്ന ഗൂഢപൂജ. അതുകൊണ്ടാണ് സ്ത്രീകളോ കുട്ടികളോ കടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഭയങ്കരമായ ശബ്ദങ്ങള് ഒക്കെ ഉണ്ടാവും അന്നത്തെ ദിവസം, അന്ന് ഈ 2-3 ദിവസം. അതുകൊണ്ടാണ് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, അവിടെ വല്ലാതെ അലങ്കോലപ്പെടും. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിലെ നമ്മുടെ ഇതിന്റെ പഴമയെക്കുറിച്ചും ഇതിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും. ഈ ക്ഷേത്രം എ ഗ്രേഡ് ക്ഷേത്രമല്ല, സ്പെഷ്യൽ ഗ്രേഡ് ക്ഷേത്രമല്ല, സൂപ്പർ ഗ്രേഡ് ക്ഷേത്രമാണ്. കണ്ണൂർ ജില്ലയിൽ സൂപ്പർ ഗ്രേഡ് ക്ഷേത്രങ്ങൾ അങ്ങനെ ഇല്ല. ഈ ക്ഷേത്രം സൂപ്പർ ഗ്രേഡ് ക്ഷേത്രമാണ്. എ ഗ്രേഡ് അല്ല, ബി ഗ്രേഡ് അല്ല,
സ്പെഷ്യൽ എ ഗ്രേഡ് അല്ല, സ്പെഷ്യൽ ഗ്രേഡ് അല്ല. എ ഗ്രേഡിന്റെ മുകളിലാണ് സ്പെഷ്യൽ ഗ്രേഡ്. സ്പെഷ്യൽ ഗ്രേഡിന്റെയും മേലെ സൂപ്പർ ഗ്രേഡാണ് ഈ ക്ഷേത്രം. ഇത് ഇന്നലെ ആള് വന്നിട്ടായതല്ല, എത്രയോ വർഷങ്ങളായി സൂപ്പർ ഗ്രേഡാണ്. മനസ്സിലായ? ആൾക്കാർ പുറത്തറിയത്തില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ആളവിടെ എല്ലാ ദിവസവും ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ എന്തുമാത്രം ആൾ ഇവിടെ വരുന്നുണ്ട്. 1 കിലോമീറ്റർ കിഴക്കേ നടയെന്ന് ഇത് പടിഞ്ഞാറേ നട, അപ്പുറത്ത് കിഴക്കേ നട, അങ്ങപ്പുറം മന്നഞ്ചേരി എന്ന് പറഞ്ഞ കിഴക്കേ നടയാ. അവിടെ പാലക്കെട്ടുന്ന സ്ഥലം കണ്ടില്ല, അവിടെ കിഴക്കേ നട, ഇത് പടിഞ്ഞാറതാ. 1 കിലോമീറ്റർ കിഴക്കേ നടന്ന് പടിഞ്ഞാറിലേക്ക് അപ്പൊ ക്ഷേത്രത്തിന്റെ ആ വലിപ്പം മനസ്സിലായോ? ഈ വൈശാഖ മഹോത്സവത്തില് പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. വൈശാഖ മഹോത്സവത്തിന് എല്ലാ ദിവസവും പ്രധാനപ്പെട്ട ദിവസമാണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ആരാധനാലയങ്ങൾ, ആരാധന ദിവസങ്ങൾ. അത് രോഹിണി ആരാധന, തിരുവാതിര ആരാധന, അങ്ങനെ 4 ആരാധനയുണ്ട്. ചിലപ്പോൾ അത് 5 ഉണ്ടാവേ. 4 ആരാധനയാണ് കാണുന്നത്. അതിന് 4 പായസമുണ്ട്. അത് 4 ചതുശതം, അത് 4 പായസമുണ്ട്. ആയില്യത്തിനുണ്ടാവും, മകത്തിനുണ്ടാവും, അങ്ങനെ 4 നക്ഷത്രത്തിന് 4 പായസം ഉണ്ടാവും. അത് ചെറുങ്ങനെ കയറി ഇറങ്ങിയിട്ട് വരും. ചിലപ്പം 4 പായസം എന്നുള്ളത് ചിലപ്പോൾ ഈ 4 പായസത്തിന് പുറമെ ഈ ആരാധനേന്റെ ഡേറ്റ് മാറും. 4 ആരാധന എന്ന് പറഞ്ഞാൽ 4 ആൾക്കാർ, നമ്മൾ 4 ഊരാളന്മാരുടേതാണ് ആരാധനയായിട്ട് വരും. അത് ചിലപ്പോൾ 5 വന്നേ 5 വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ 4 5 ആരാധന വരും. ആരാധന പ്രത്യേക ദിവസമാണ്. രാത്രി ഉണ്ടാവും ആരാധനന്റെ തൊഴലെല്ലാം. അത് പകലും അതിന്റെ മറ്റുള്ള പൂജകളെല്ലാം ഉണ്ട്. അത് എല്ലാ ദിവസവും ഒരു കണക്ക് പറഞ്ഞാൽ പ്രത്യേക ദിവസങ്ങൾ മാത്രം. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു നവകമാണ് ഒരു കൊല്ലത്തിൽ ജപിച്ചാടുക. അത് പ്രതിഷ്ഠാദിനമായ ദിവസം, പ്രതിഷ്ഠാദിനമായെന്നാണ് നവകം ആടുക. അന്ന് ഈ പ്രതിഷ്ഠാദിനം എന്ന് പറയുന്നില്ലേ, പ്രതിഷ്ഠാദിന മഹോത്സവം, അത് നവകങ്ങൾ ജയിച്ചാടുന്ന. എന്നുവെച്ചാൽ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മൂല്യശോഷണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആണ് ഈ നവകങ്ങൾ ജപിച്ചാടുന്നത്. ഈ നവകങ്ങൾ ജയിച്ചാടുന്ന ഒരു നവകം. എന്നാൽ കൊട്ടൂരിൽ അങ്ങനെയല്ല, 27 ദിവസവും നവകം ജപിച്ചാടുക. ഈ വിഗ്രഹത്തിന് ലക്ഷക്കണക്കിന് ആള് പോകുന്ന സമയത്ത്, തൊഴുന്ന സമയത്ത് ഈ വിഗ്രഹത്തിന് ചൈതന്യ ലോപം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 27 ദിവസവും നവകം ജപിച്ചാടുക ഈ വിഗ്രഹത്തിൽ. അതിന് ചൈതന്യലോകം. അത് പിന്നെ 1000 കുടം തുടർച്ചയായി രാവിലെ 1000 പാത്രം ജലം മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആടുവാണ് വിഗ്രഹത്തിൽ. ഈ വിഗ്രഹത്തിന് ചൈതന്യ ലോകം സംഭവിക്കാതിരിക്കാൻ ചെയ്യുന്നതാണ്. മനസ്സിലായോ? 1000കണക്കിന് ആളല്ലേ വന്ന് തൊഴുന്ന്. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉത്സവത്തിന്റെ ഈ ഒരു വർഷത്തിൽ ഒരു ദിവസമാണ് പ്രതിഷ്ഠാദിനം നടക്കുക. മറ്റുള്ള ക്ഷേത്രത്തിലേക്കാ. ഇതിവിടെ 27 ദിവസമാണ്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഈ ജനബാഹുല്യത്തെ നിയന്ത്രിച്ച് ഈ ഉത്സവം പരമാവധി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും ക്ഷേത്ര കമ്മിറ്റി എന്ന് വിചാരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒന്ന്. ഞങ്ങളെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളെ പരിധിയിൽപ്പെട്ട കാര്യം ഒരു വർഷത്തിന് എല്ലാ കൊല്ലവും ഉണ്ട്. അത് ഈ വർഷം ഞങ്ങൾ പരമാവധി മുൻകൂട്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. KSRTCക്ക് സ്പെഷ്യൽ ബസ് ഉണ്ട്. KSRTCന്റെ സ്പെഷ്യൽ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ നീണ്ടു നോക്കി സ്ഥലം എടുത്തിട്ടുണ്ട്. നീണ്ടു നോക്കിയായിരിക്കും അവർ പാർക്ക് ചെയ്യാം. ഇവിടെ കൊണ്ട് നാളെ ഇറക്കിയതിന് ശേഷം നീണ്ടു നോക്കി. പിന്നെ ആൾ എടുക്കാൻ മാത്രം ഇവിടെ വരും. മീൻസ് അവിടെ രണ്ടാമത് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവരെ എടുക്കാൻ ആൾ വരും. 1 കിലോമീറ്റർ ഇല്ല, 80-800 കിലോമീറ്റർ അകലെ അവിടെയാണ് കുറെ വണ്ടി പാർക്ക് ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിന്റെ ഭാഗത്ത് കുറച്ചധികം പരിപാടി ഉണ്ട്. പക്ഷെ അതിപ്പം എന്തെല്ലാണെന്നും നമുക്ക് സൂക്ഷ്മമായിട്ട് പറയില്ല. 600 പോലീസുകാരുണ്ടാവുന്നാ പറഞ്ഞു. പോലീസിനെ കൊണ്ട് മാത്രം നമുക്ക് പരിപാടി പരിഹരിക്കാൻ കഴിയില്ലല്ലോ. ഒന്നാമത് പോലീസുകാരിൽ പലയാൾക്കും പരിചയസമ്പന്നരല്ല. ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റൂ. SP ഉള്ളപ്പോൾ SP മുൻപാകെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ട് അറിയാത്ത ആളാവുമ്പോൾ ഇവിടുന്ന് വണ്ടി വിട്ടിട്ട് നേരെ പാലുകാച്ചി മലക്കാ പോകും. അവിടെ അങ്ങോട്ട് നല്ല റോഡാ, പാലുകാച്ചിക്ക് നല്ല റോഡാ, അങ്ങോട്ടേക്കാ പോകുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ ഉണ്ട്. പോലീസുകാർ ഉണ്ടാവും പറഞ്ഞേ. പിന്നെ ഭാഷ അറിയുന്ന കുറച്ച് പോലീസുകാരെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോ കിട്ടുമായിരിക്കും, ഒന്നും അറിയില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ നിറവേറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ബാത്റൂമോ വെള്ളമോ തൊഴുന്നോ ഭക്ഷണമോ എല്ലാം ഉണ്ട് ഇവിടെ. എത്ര ആള് വന്നാലും ഉച്ചക്ക് ഭക്ഷണമുണ്ട്.
അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. തൊഴുന്നവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കണ്ടില്ല, ഇവിടെ എല്ലാം കെട്ടിടങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം ഉണ്ട്. മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവരൊക്കെ എന്താ പ്രാഥമികമായി ഒരു ഭക്തനെന്താ പ്രാഥമിക ആവശ്യങ്ങളല്ലേ, വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അവർക്ക് വലിയ തിക്കും തിരക്കൊന്നുമില്ല. സാധാരണ വന്നു കഴിഞ്ഞാൽ ഇക്കരെ കുട്ടികൾ വന്ന് തൊഴാൻ. പിന്നെ ഭക്ഷണത്തിനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഇവിടെ ഉണ്ട്.